ഗസയിൽ മാസങ്ങളായി തുടരുന്ന സൈനിക നടപടി ഇസ്രായേൽ സൈനികരുടെ ആത്മവിശ്വാസം തകർക്കുന്നുവോ? അത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഗസയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ സൈനികർക്ക് തങ്ങളുടെ ജോലി മടുത്തതായി ഇസ്രായേൽ സർവേ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 58% സൈനികർക്കും ജോലിയിലുള്ള താൽപ്പര്യം കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേൽ സേനയുടെ മാൻപവർ ഡയറക്ടറേറ്റ് നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. സർവീസ് തുടരാൻ താൽപ്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് 42 സൈനികർ മാത്രമാണ് പ്രതികരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഓഗസ്റ്റിൽ സമാനമായി നടത്തിയ സർവേയിൽ ഇത് 49% ഈ റിപ്പോർട്ട് ഇസ്രായേലിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ആശങ്ക ഉയർത്തിയതായും സൂചനയുണ്ട്. സേവനത്തിൽ തുടരാനുള്ള സൈനികരുടെ താൽപ്പര്യക്കുറവ് അവരുടെ പരാജയബോധത്തെയാണ് തുറന്നു കാണിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ തലവൻ അഹറോൺ ഹലീവ രാജിവെച്ചിരുന്നു. സൈനികരുടെ താൽപ്പര്യമില്ലായ്മയെ തുടർന്ന് ഹമാസിനെതിരായ യുദ്ധത്തിൽ തോൽക്കേണ്ടി വന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾക്കു മുന്നിൽ ഇസ്രായേലിന് അത് വലിയ തിരിച്ചടിയായിരിക്കും. ഇത് കണക്കുകൂട്ടി റഫേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി നടത്താൻ ഉദ്ദേശിക്കുന്ന നീക്കങ്ങളടക്കമുള്ള വിവരങ്ങൾ ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയെന്നും ബൈഡൻ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് ബൈഡൻ ഇരുവിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. ഗസയിലെ വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഈ നിർദ്ദേശങ്ങൾ വഴിയൊരുക്കുമെന്നും ബൈഡൻ പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിലാണ് ബൈഡന്റെ വെളിപ്പെടുത്തൽ. പുതിയ ഫോർമുലയിലെ ആദ്യഘട്ടത്തിൽ 6 ആഴ്ച നീളുന്ന സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. 100 കണക്കിന് പലസ്തീൻ തടവുകാർക്കായി ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളെയും മുതിർന്ന പൗരന്മാരെയും പരിക്കേറ്റവരെയും ഇസ്രായേലിന് കൈമാറും. കൂടാതെ US പൗരന്മാരെയും ജീവൻ നഷ്ടപ്പെട്ട ബന്ദികളുടെ മൃതശരീരങ്ങളും മോചിപ്പിക്കും. ഗസ അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റം ആദ്യഘട്ടത്തിലുണ്ടാകും. ഗസയിലേക്ക് ദിവസേന 600 ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റു മാനുഷിക സഹായങ്ങളും എത്തിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. താൽക്കാലികമായി ഗസയിൽ വാസസ്ഥലങ്ങൾ ഒരുക്കുമെന്നും ഇസ്രായേലിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ആദ്യഘട്ടം വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിൽ ഗസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്ന നിർദ്ദേശമാണുള്ളത്. 3ാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണ പദ്ധതികളായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ഈ കാലയളവിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടത്തുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു.